ക്രിറ്റിസിസത്തിനെയൊക്കെ നേരിട്ടുകൊണ്ട് ഈ ബാൻഡും വെച്ച് 18 വർഷമായി ഇപ്പം കൊണ്ടുപോകുന്നു. ആ ഒരു എന്തൂസിയാസം എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നു? ഒന്ന് സപ്പോർട്ട്, രണ്ടാമത്തേത് എൻകറേജ്മെൻറ്റ്, മൂന്നാമത്തേത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, നാലാമത്തേത് റീഇൻഫോഴ്സ്മെൻറ്റ്. സ്റ്റേ അറ്റ് ഇറ്റ്, നിങ്ങൾ ചെയ്യുന്നത് കൊള്ളാം, കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭേദപ്പെട്ട പൊസിഷനിലേക്ക് ഇത് പോകുമെന്ന് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്ത് തരുന്ന ഒരു വലിയ മെജോറിറ്റി ഞങ്ങൾക്ക് എല്ലാ കാലത്തും ഒരു ബ്ലെസ്സിങ് ആയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു പോസിറ്റീവ് ഗുഡ് വില്ല് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇനി ക്രിറ്റിസിസത്തിൻ്റെ ഒരു മെയിൻ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ നമുക്കതിനെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ക്രിറ്റിസിസത്തിൻ്റെ രണ്ട് മെയിൻ സ്വഭാവമാണുള്ളത്. ഒരെണ്ണം ഡീവിയേഷൻ, നമ്മളിലുണ്ടാക്കുന്ന ഒരു ഇറിറ്റേഷൻ വിമർശനമായിട്ട് പുറത്തേക്ക് വരും. പക്ഷേ ഡീവിയേഷൻ നെസസറിലി ഒരു മോശപ്പെട്ട കാര്യമല്ല. ഡീവിയേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് എൻ്റെ മസിൽ മെമ്മറിയിൽ നിന്ന് പെട്ടെന്നൊരു സാധനം വ്യതിചലിച്ചപ്പോൾ ആ വ്യതിചലിച്ച സംഭവത്തെ കേൾക്കാനുള്ള മനസ്സ് പോലും എനിക്കില്ല. ഒറ്റത്തവണ കേട്ട് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ അല്ലാത്തൊരു സംഭവം ഇങ്ങനെ ആക്കി തീർത്തു, അതിനെ നമ്മൾ വിമർശിക്കുന്നു. വേറൊരെണ്ണം രണ്ടിനെയും ഈക്വൽ ഷെയറിൽ കേട്ട് ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യുന്നു. ഇതൊരു 50 തവണ കേട്ടു, ഇതും ഒരു 45 തവണ കേട്ടു, ഇപ്പോൾ എനിക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ ഇതിനെ വിമർശിക്കാൻ പറ്റും. ഈ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഈ രണ്ടാമത്തെ ഇൻ്റർപ്രിട്ടേഷൻ ഇഷ്ടപ്പെടാത്തത്. ഈ രണ്ടാമത്തെ കാറ്റഗറി ഒരു ആർട്ടിസ്റ്റിന് ഭയങ്കര വാല്യൂബിളാണ്. കാരണം അവർ അത്രയും എഫേർട്ടും ഈ വിമർശനത്തിലേക്കൊരു അത്രയും എഫേർട്ട് പോയിട്ടുണ്ട്. മറ്റേതൊരു പൊള്ളയായ ഒരു ബേസിക്കലി പെട്ടെന്ന് ബിരിയാണിയിൽ പൈനാപ്പിൾ കിട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ് അത്. അതുകൊണ്ട് ആ ബിരിയാണി മോശം എന്ന് അർത്ഥമില്ല. ഞാനിതുവരെ കഴിച്ച ബിരിയാണിയിൽ പൈനാപ്പിൾ ഇല്ല, അതുകൊണ്ട് ഇനി ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയിലും പൈനാപ്പിൾ ഉണ്ടാവരുത് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫ്യൂട്ടൈൽ ആർഗ്യുമെൻ്റാണത്. അതിനെ നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. അതേസമയം ഇതിനെ കുറച്ചും കൂടിയും സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ ആധികാരികമായി പഠിച്ച് ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടൊരു ഒപ്പീനിയൻ നമുക്ക് തരുന്ന ഒരാളുടെ വിമർശനം ഭയങ്കര ഗുണം ചെയ്യും നമുക്ക്. കാരണം നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് ആ വ്യക്തി അതിൽ കാണുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഭാഗ്യത്തിന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസവുമാണ് ജീവിതത്തിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എന്താ പറയുന്നത്, ഇമോഷണലി ട്രിഗേർഡ് ആയിട്ടുള്ള ക്രിറ്റിസിസം അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു ആർട്ടിസ്റ്റിനും അതിനെ അതിജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ അങ്ങനെ കണ്ടിട്ട് വിടുന്നു.